കൊയിനിപ്പാറ മാമലക്കണ്ടത്ത് വരുന്ന മിക്ക ആളുകളുടെയും ബക്കറ്റ് ലിസ്റ്റിലുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ വ്യൂവിനേക്കാൾ ഇഷ്ടം അവിടേക്കുള്ള യാത്രയാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ പാറയുടെ മേലേക്കൂടെ ഇങ്ങനെ പോയി തുടങ്ങും. പിന്നെ നല്ല വഴുക്കലുള്ള കല്ലുകളൊക്കെ നിറഞ്ഞ വഴി, അത് കഴിഞ്ഞാൽ പാറേൻ്റെ മുകളിലൂടെ കുത്തനെയുള്ള കയറ്റം, ചില സ്ഥലത്ത് സ്റ്റെപ്പ് കയറുന്ന പോലെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ കുറച്ച് ദൂരം ചെല്ലുമ്പോഴും ഓരോ തരത്തിലുള്ള ടെറൈനാണ്. കൊയിനപ്പാറ പോകാൻ ഞങ്ങൾ മനഃപൂർവ്വം ഒരു വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുത്തത്. അതിനൊരു കാരണമുണ്ട്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ലോക്കൽ ജീപ്പ് സഫാരി ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് ട്രിപ്പ് കാണും. നമ്മളെപ്പോലെ പുറത്തുനിന്ന് ഓഫ് റോഡിങ്ങിന് വരുന്നവർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ വണ്ടി കയറാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ നമ്മൾ കാരണം വഴി ബ്ലോക്കായി ആദ്യം ബാധിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ജീപ്പുകാരെയാണ്. അവരുടെ സഫാരി വൈകും. അപ്പോൾ ഒരു ദിവസം ചെയ്യേണ്ട 1-2 ട്രിപ്പുകൾ പോലും മുടങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ദിവസം വന്നു പോകുന്നവരാണ്, പക്ഷേ അത് അവരുടെ ഉപജീവനമാർഗ്ഗമാണ്. അതുകൊണ്ട് നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ടിരിക്കാനാണ് വീക്കെൻഡ് ഒഴിവാക്കി വെള്ളിയാഴ്ച തന്നെ വരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്കെന്നാൽ ശരിക്കും അങ്ങോട്ട് കയറി തുടങ്ങാം അല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം. നല്ല വഴുക്കലുള്ള കല്ലുകളുള്ള സ്ഥലം. സത്യം പറഞ്ഞാൽ ഇവിടെ ഞങ്ങളെല്ലാവരും കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. ഏകദേശം എല്ലാ ചിമ്മിനിയുടെയും അടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ട്. പിന്നെ ടയറിന് ട്രാക്ഷൻ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടുത്തെ മണ്ണ് നല്ല വഴുക്കലുള്ള മണ്ണാണ്. പക്ഷെ അതൊക്കെയല്ലേ ഓഫ് റോഡിങ്ങിൻ്റെ ഒരു രസം. ഒരു പ്രാവശ്യം കൊണ്ട് കയറിപ്പോയാൽ പിന്നെ അതിൻ്റെ ഒരു ത്രില്ല് പോയല്ലോ. ഓരോ വണ്ടിയും ഓരോ രീതിയിൽ കയറ്റി എല്ലാവരും പരസ്പരം ഗൈഡൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രെച്ച് ഞങ്ങൾ കടന്നത്. സ്ട്രൈറ്റ് പിടിച്ചിട്ട് സ്ട്രൈറ്റ് അതിൽ പൊട്ടാനേ പോയെ ആക്സിലേറ്ററിന് കാലെടുക്കണ്ട. ഉഫ്, ഇവിടെ ഒരു അടി കിട്ടി. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ജിമ്മി ഇവിടെ പെടുന്നു വിചാരിക്കില്ലേ? പക്ഷെ ഇവിടെയൊക്കെ വണ്ടി ഭയങ്കര കൂളായിട്ട് പോയി. റൈറ്റ് മതി മതി. ഇനി ഫുള്ള് റൈറ്റ് അടി. റൈറ്റ് എടുത്ത് വലിപ്പിച്ചേ. ഫ്രണ്ടിൽ നോക്കട്ടെ. ഫ്രണ്ട് കുഴപ്പമില്ല. പൊക്കോ നീ കുഴപ്പമില്ല. വാ അടുത്ത വണ്ടി. എടാ ഇനി പൊക്കോളും, നീ റിസ്ക് ഇല്ല. ലെഫ്റ്റ് ഇപ്പൊ കല്ലിട്ട് പോയതാ. ലെഫ്റ്റ് പിടിച്ചു പോയെ. ലെഫ്റ്റ് പിടി. കുത്തി കയറ്റിക്കോ. മൊമെന്റം പിടിച്ച് ലെഫ്റ്റ് പിടിച്ചൊരു എടുക്കലെടുക്ക്. ഇല്ലല്ലോ, കുറച്ച് പോയി. കുഴപ്പമില്ല. ഈ കയറ്റം കയറ്റി നിർത്താം. അവിടെ നീ നിർത്തിക്കോ. ബാ ഇവിടെ വരെ വാ. എടാ ലിറ്ററലി ചാടിയിട്ടാ പോണത്.
കമോൺ കമോൺ കമോൺ. റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ തന്നെ കിട്ടി കിട്ടി കിട്ടി. എക്സാക്ട്ലി അവിടെ തന്നെ ആ മൊമെന്റ് പോയി. ബാക്കിലേക്ക് ഫ്രണ്ട് എടുക്കും. എന്തൊക്കെയോ പിടിച്ച് തിരിച്ചു ഓട് വൈപ്പറൊക്കെ ബാക്ക് പോ. നേരെ പോക്കോ ഗ്യാപ്പ് ഉണ്ട്. അടിമുട്ടില്ല, ബാക്ക് മുട്ടില്ല. വിട്ടോ, എടുത്തോ. ഇല്ല ബാക്കിൽ കല്ലില്ല. അല്ല അടിയില് ഇല്ലല്ല കല്ലൊന്നുമില്ല. അങ്ങനെ ആദ്യത്തെ ബുദ്ധിമുട്ടുള്ള സ്ട്രെച്ച് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ഈ പാറേൻ്റെ മേലക്കോടുള്ള ഒരു യാത്രയാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഗ്രിപ്പെങ്കിലും ഉണ്ട്. കുറച്ച് കയറ്റാണെങ്കിലും ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ട്രെച്ച് അടിയിടിക്കാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. ജിംനികളുടെയൊക്കെ താഴെ അടിച്ചു. താർ റോക്സ് മാത്രം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഈ സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതേ കണ്ടില്ലേ മുമ്പിലൊരു കട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് റൈറ്റ് സൈഡ് പിടിച്ച് പോകണം. അതുകൊണ്ട് ഇവിടെ അടി തട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരുന്നു. എൻ്റെ വണ്ടിയുടെ അടി 2-3 വട്ടം തട്ടി. പിന്നെ കുറച്ച് മുന്നോട്ടും ബാക്കോട്ടൊക്കെ എടുത്ത് മെല്ലെയാണ് ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമുള്ള സ്ഥലമായിട്ട് തോന്നിയില്ല.
ഇനി വരണ സ്ഥലം ഇത്തിരി പ്രശ്നമുള്ളതാണ്. വണ്ടിയുടെ പള്ളം ഇങ്ങനെ വരഞ്ഞു പോകണം. അതല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഒരു സൈഡ് മേലേക്ക് കയറ്റിയിട്ട് പോകണം. ഇത്തിരി പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മേലെത്തി. ഇനി ഒരു ചെറിയ കുത്തനുള്ള കയറ്റം കൂടി കയറി കഴിഞ്ഞാൽ ടോപ്പായി. അങ്ങനെ മേലെ എത്തി. ഒരു 1.5 വരവായിരുന്നു. മേലെ നിന്നുള്ള വ്യൂ കൊള്ളാമല്ലേ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇവിടെ നല്ല കോടമഞ്ഞും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടി. ഇക്കൊല്ലം മഴയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി ഒന്നുമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇവിടെ മുനിപ്പാറ അല്ലാണ്ട് പിന്നെ ഏതാ ഓഫ് റോഡുള്ളത്? രണ്ടേ ഉള്ളൂ അല്ലേ? ആ ഉണ്ട്. അവിടെ ആ വഴി. ആ ആ ഓക്കെ. ഞാൻ കഴിഞ്ഞാൽ ഇതേ സമയം വന്നിരുന്നു. അപ്പൊ നല്ല മഴയായിരുന്നേ. അതെ 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 അതെ. റിവർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ താമസം. റിവർ ക്രോസിംഗ് ഒരാള് അക്കരെ ഒരാൾ ഇക്കരെ അങ്ങനെയാ? അതറിയില്ല. രണ്ട് സൈഡിലാണെന്ന് അറിയില്ല. അത് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്നും അറിയില്ല. ഉണ്ട്. വീഡിയോ എടുത്തിട്ട് ഫോറസ്റ്റിന് അയച്ചു കൊടുക്കണം, MVDക്ക് അയച്ചു കൊടുക്കണം. ഇവിടെ കേറിയത് അല്ലേ? ഇതിലും കുറച്ച് എരിവേ ഉള്ളൂ. ഇത് ഹലോ ഇവിടുന്ന് ഫോട്ടോസ് എല്ലാം കണ്ടിയും കിട്ടും, ആൾക്കാരും കിട്ടും. അങ്ങനല്ലേ മനസ്സിലാവുന്നില്ല അവിടെ പറയുന്ന പോലെ. അപ്പോൾ ഇതാണ് പൊന്നമ്മ പറഞ്ഞിട്ടെടുത്ത ആ ഫോട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി.
ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇനി നേരെ സ്റ്റേയിൽ പോയിട്ട് നാളെ മുനിപ്പാറയ്ക്ക് പോകുന്നുണ്ട്. അതടുത്ത വീഡിയോയിൽ.